Welcome to Zodiac Academy. Myself Reshma, faculty in Zodiac Academy. Zodiac Academyയുടെ അക്കാഡമിക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ട്രക്കിയോഇസോഫാജിയൽ ഫിസ്റ്റുല. ട്രക്കിയോഇസോഫാജിയൽ ഫിസ്റ്റുല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ കണ്ടീഷൻ മനസ്സിലാകും. കാരണം ട്രക്കിയും ഈസോഫാഗസും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, അല്ലേ? ഒരു അബ്നോർമൽ കണക്ഷൻ ബിറ്റ്വീൻ ട്രക്കി ആൻഡ് ഈസോഫാഗസ്. അതുകൂടാതെ ഈ കണ്ടീഷൻ ട്രക്കിയോഇസോഫാജിയൽ ഫിസ്റ്റുലയിൽ ആക്ച്വലി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഈസോഫാജിയൽ അട്രീഷ്യ, ഒന്ന് ട്രക്കിയോഇസോഫാജിയൽ ഫിസ്റ്റുല. ഈസോഫാജിയൽ അട്രീഷ്യ എന്ന് പറഞ്ഞാൽ ഈസോഫാഗസ് ഒരു കണ്ടിന്യൂസ് ട്യൂബായിട്ട് ഫോം ചെയ്ത് വരില്ല, അത് ഒരു ബ്ലൈൻഡ് പൗച്ചായിട്ട് നിൽക്കും. അതാണ് എന്ത് ഈസോഫാജിയൽ അട്രീഷ്യ. ട്രക്കിയോഇസോഫാജിയൽ ഫിസ്റ്റുലയിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് അതിൻ്റെ ടൈപ്പാണ്. കാരണം അവിടെ 5 ടൈപ്പ് ട്രക്കിയോഇസോഫാജിയൽ ഫിസ്റ്റുലയുണ്ട്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് അവിടെ ഐസൊലേറ്റഡ് ഈസോഫാജിയൽ അട്രീഷ്യ മാത്രമാണ്. അപ്പോൾ അതിനകത്ത് ബ്ലൈൻഡ് പൗച്ചായിട്ട് ഈസോഫാഗസ് നിലനിൽക്കും. അതിന് ഇപ്പോൾ അപ്പർ പാർട്ട് ഒരു ബ്ലൈൻഡ് പൗച്ചായിട്ട് നിൽക്കുന്നു, ലോവർ പാർട്ട് ഒരു ബ്ലൈൻഡ് പൗച്ചായിട്ട് നിൽക്കുന്നു. അപ്പർ പാർട്ടിനെ നമ്മൾ പ്രോക്സിമൽ ഈസോഫാജിയൽ പൗച്ച് എന്നും താഴെ ഉള്ളതിനെ ഡിസ്റ്റൽ ഈസോഫാജിയൽ പൗച്ച് എന്നും പറയുന്നു. ഈ ഇമേജിൽ നിങ്ങൾക്കത് വ്യക്തമാണ്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് ഈസോഫാജിയൽ അട്രീഷ്യ, അതായത് അവിടെ ഫിസ്റ്റുല ഫോർമേഷൻ ഇല്ല, ട്രക്കിയയ്ക്ക് ഒരു പ്രോബ്ലം ഇല്ല, ട്രക്കിയ ഒരു നോർമൽ പാസേജ് ആയിട്ട് തന്നെ നിൽക്കുന്നു. ക്ലിയർ? ഇനി രണ്ടാമത്തെ ടൈപ്പിൽ പ്രോക്സിമൽ ഈസോഫാജിയൽ പൗച്ച് എന്ത് ചെയ്യുന്നു? ട്രക്കിയുമായിട്ടൊരു ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്യുന്നു. ബട്ട് ഡിസ്റ്റൽ പാർട്ട് ഫിസ്റ്റുല ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. സോ പ്രോക്സിമൽ പൗച്ച് മാത്രം ട്രക്കിയുമായിട്ട് ഒരു ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്യുന്നു. അത് ടൈപ്പ് 2, അതായത് ഈസോഫാജിയൽ അട്രീഷ്യ വിത്ത് പ്രോക്സിമൽ ടെഫ്. ക്ലിയർ? തേർഡ് ടൈപ്പ് നോക്കുക. തേർഡ് ടൈപ്പ് വരുമ്പോൾ ഡിസ്റ്റൽ പാർട്ട് ട്രക്കിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നു. ഓക്കെ, അതായത് ഈസോഫാജിയൽ അട്രീഷ്യ വിത്ത് ഡിസ്റ്റൽ ടെഫ്. ക്ലിയർ? ദാറ്റ് ഈസ് തേർഡ് ടൈപ്പ്. ഇനി ഫോർത്ത് ടൈപ്പ് വരുമ്പോൾ ഈ ഡിസ്റ്റൽ പാർട്ടും പ്രോക്സിമൽ പാർട്ടും ട്രക്കിയുമായിട്ട് ഫിസ്റ്റുല ഉണ്ടാക്കുന്നു. അതാണ് ടൈപ്പ് 4 എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് 5 എന്ന് പറയുമ്പോൾ ഈസോഫാഗസും ഒരു കണ്ടിന്യൂസ് ട്യൂബ് പോലെ, അവിടെ ഒരു അട്രീഷ്യ ആബ്സെൻ്റ് ആണ്, ട്രക്കിയയും അതുപോലെ ഒരു കണ്ടിന്യൂസ് ട്യൂബ് പോലെ നിലനിൽക്കുന്നു. പക്ഷേ അവ തമ്മിൽ ഒരു ഫിസ്റ്റുല മാത്രം, അതൊരു ഐസൊലേറ്റഡ് ടെഫ്. അപ്പോൾ ഐസൊലേറ്റഡ് ഈസോഫാജിയൽ അട്രീഷ്യ ഉള്ളത് ടൈപ്പ് 1ഉം ഐസൊലേറ്റഡ് ടെഫ് ഉള്ളത് ഏതാണ്? ടൈപ്പ് 5 ആണ്. പിന്നെ ഇതിനകത്ത് ഓർക്കാനുള്ളത് നടുക്ക് നിൽക്കുന്ന ആൾ, അതായത് തേർഡ് ടൈപ്പ്. ഈ തേർഡ് ടൈപ്പാണ് ഏറ്റവും കോമൺ ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് 86% ടെഫും തേർഡ് ടൈപ്പാണ്. പിന്നെ ലാസ്റ്റ് ടൈപ്പ്, അതിനെ നമ്മൾ എച്ച് ടൈപ്പ് എന്ന് പറയും. ഫിസ്റ്റുല മാത്രം ഉള്ളതാണ്, അതിനെ എച്ച് ടൈപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് ടൈപ്സ് ഓഫ് ടെഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇറ്റിയോളജി അൺനോൺ ആണ്. ദെൻ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനിൽ ഓർത്ത് വെക്കാനുള്ളത് 3C ആണ്. 3Cs, അതായത് കഫിങ്, ചോക്കിങ്, സൈനോസിസ്. നമുക്കറിയാം നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലും പോയാൽ, ഒരു ഫോറിൻ ബോഡി എന്ത് പോയാലും നമ്മൾ ചുമയ്ക്കും, ചിലപ്പോൾ ചോക്ക് ചെയ്യും, സൈനോസിസ് വരും. അതായത് സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും. കഫിങ്, ചോക്കിങ്, സൈനോസിസ്, ദീസ് ആർ ദ കാർഡിനൽ സൈൻസ് ഓഫ് ടെഫ്. കാർഡിനൽ സൈൻസ് ഓഫ് ടെഫ് എന്താണ്? കഫ്, ചോക്കിങ് ആൻഡ് സൈനോസിസ്. Then other signs and symptoms, other clinical manifestations are drooling of saliva. Saliva may be frothy and abdominal distension, sometimes lead to aspiration, pneumonia. Okay, abdominal distension commonly seen in type 3, 4 and 5. ഓക്കെ, ഇനി ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ആൻറ്റിനേറ്റൽ പീരീഡിൽ അമ്മയ്ക്ക് പോളിഹൈഡ്രാമിനസ് ഉണ്ടെങ്കിൽ നമുക്ക് ടെഫ് ഉണ്ട് എന്ന് സംശയിക്കാം. ഇനി ഒളിഗോ ആണെങ്കിൽ നിങ്ങൾക്കറിയാം റീനൽ ആയിട്ട്, അതായത് കിഡ്നിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും റീനൽ ഏജൻസിസ് പോലെ എന്തെങ്കിലും കണ്ടീഷൻ ആയിരിക്കും. ഓക്കെ, നമുക്ക് ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ മറ്റ് സിംറ്റംസ്, മറ്റ് പ്രോബ്ലംസ് സ്മോൾ അബ്ഡോമൻ ആയിരിക്കും, കുഞ്ഞിന് ലോവർ വെയിറ്റ് ആയിരിക്കും. സോ അങ്ങനെ ഉണ്ടെങ്കിൽ ഫീറ്റൽ MRI എടുത്ത് നമുക്ക് ടെഫ് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, ഇനി ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്നേറ്റൽ പീരീഡ് ടെഫ് ഉണ്ടോയെന്ന് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഇഞ്ചി ട്യൂബ് നമ്മൾ ഇടുമ്പോൾ ഇനബിലിറ്റി ടു പാസ് എൻജി ട്യൂബ് ഇൻ ടു ദ സ്റ്റൊമക്ക് എന്താണ്? അത് പൗച്ചിൽ വന്ന് കോയിൽ ചെയ്തിരിക്കും.
ഓക്കെ, അതാണ് ഒരു ഫസ്റ്റ് സൈൻ, ആദ്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യം. ദെൻ എക്സ്റേ, ബ്രോങ്കോസ്കോപ്പി, അബ്ഡോമിനൽ അൾട്രാസൗണ്ട് എക്സെട്ര, ദീസ് ആർ ദ അതർ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ്. മാനേജ്മെൻറ്റ് നമുക്കറിയാം, സർജിക്കൽ ഇൻ്റർവെൻഷനാണ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.